വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടും. ഇതിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ആരാണ്? നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മുഹമ്മദ് റിയാസാണ്. ആരാണ് മുഹമ്മദ് റിയാസ്? കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന അബ്ദുൽ ഖാദറുടെ മകനാണ് ഈ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ് എവിടെ നിന്നാണ് വളരുന്നത് എന്ന് അറിയില്ലെങ്കിൽ ചെറിയ വിവരണം നൽകേണ്ടത് ആവശ്യമാണ്. ഈ അബ്ദുൽ ഖാദറിൻ്റെ ഒരു സഹോദരൻ ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നു. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നാണ് മുഹമ്മദ് റിയാസിൻ്റെ ജനനവും വളർച്ചയും എല്ലാം തന്നെ. മുഹമ്മദ് റിയാസ് കോഴിക്കോട് SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ SFI വിദ്യാർത്ഥികൾ ക്രൈമിൻ്റെ ഓഫീസിൽ വരികയും അവിടെ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നത്. അതിൽ ആസ്പദമാക്കി ക്രൈം ഒരു വാർത്ത ചെയ്യുന്നു. ആ വാർത്ത കവർ സ്റ്റോറി ആയിട്ടാണ് ചെയ്തത്. മാതാമൃതാനന്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടുത്തെ SFI യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള മാഗസിനിൽ പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരണം തടയപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട SFI നൽകിയ വിവരങ്ങളാണ്. അതേപോലെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ സെക്സ് റാക്കറ്റിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചില പെൺകുട്ടികൾ പെട്ടിട്ടുണ്ടെന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്ന് ക്രൈമിന് നൽകിയത്. ഇതിനെ ആസ്പദമാക്കിയൊരു വാർത്ത ചെയ്തു. ഈ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. മാതൃഭൂമി വീക്കിലിയുടെ എഡിറ്ററൊക്കെ ആയിരുന്ന രാജേഷ് ആയിരുന്നു ആ സന്ദർഭത്തിൽ ക്രൈമിൻ്റെ എഡിറ്റർ. അദ്ദേഹം ഇത് വളരെ ഗൗരവമായി റിപ്പോർട്ട് ചെയ്തു. ഇത് പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ കോഴിക്കോട് കോപ്പി വിതരണം ചെയ്തിരുന്നില്ല. നേരെ തലേ ദിവസം ദൂരേക്കുള്ള കോപ്പികൾ എല്ലാത്തേക്കും നേരത്തെ അയക്കും. റെയിൽവേ വഴി തിരുവനന്തപുരത്തേക്ക് അയച്ചു. തിരുവനന്തപുരത്ത് കോപ്പി ഇറങ്ങിയ ഉടൻ തന്നെ ഇത് ആരെ കൈവശം കിട്ടി? പി ശശിയുടെ കൈവശം കിട്ടി. കാരണം പി ശശി ക്രൈമിൽ എന്താ വരുന്നത് കാത്തിരിക്കുകയാണ്. പി ശശി എന്ന് പറഞ്ഞാൽ കാട്ടുകള്ളനാണെന്നും തട്ടിപ്പുകാരനാണെന്നും ക്രൈമിൻ്റെ ഓരോ ലക്കങ്ങളിലും വാർത്ത വന്നതുകൊണ്ട് അദ്ദേഹമാണ് ആദ്യം തന്നെ ഈ കോപ്പി വാങ്ങി വായിക്കാറ്. അങ്ങനെ അത് വായിച്ചപ്പോഴാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഒരു ഇത്തരത്തിലുള്ള വാർത്ത ക്രൈം പ്രസിദ്ധീകരിച്ച് കാണുന്നത്. നമുക്കിപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാലോ, കണ്ണൂരിൽ വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചപ്പോൾ അവർക്ക് മാരകമായി പരിക്കേറ്റു, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു, അങ്ങനെ ഒരു കഥയുണ്ടാക്കി അവർക്കെതിരെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇതൊരു സ്റ്റോറി ഉണ്ടാക്കിയത് ഡെവലപ്പ് ചെയ്താണ്. ഇത് പിണറായി വിജയൻ വന്ന് കാണുന്നു. എന്തൊക്കെ തരത്തിലുള്ള അഭ്യാസങ്ങളാണ് കാണിച്ചത്. പക്ഷെ ക്യാമറ കണ്ണുകളിൽ മുന്നിൽ ഇതെല്ലാം കള്ളമായിരുന്നു, ഇവർ കാണിച്ചത് അഭിനയമായിരുന്നു എന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. അങ്ങനെ അതേപോലെ ആയിരുന്നു കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിക്കുന്ന സന്ദർഭത്തിൽ 2000-ൽ നമ്മുടെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയിരുന്നില്ല. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികൾക്കും കിട്ടിയിരുന്നില്ല. പക്ഷെ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ SFI വിദ്യാർത്ഥികളെ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പി ശശി വിളിച്ചു പറഞ്ഞു, നിങ്ങളെ കോളേജിനെ കുറിച്ചുള്ള വളരെ ഞെട്ടിക്കുന്ന വളരെ മോശമായ ഒരു വാർത്ത ക്രൈമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പോൾ തന്നെ ജാതിയായിട്ട് വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. അവർക്ക് എന്താണ് എന്നുള്ള സംഭവം അറിയില്ല. ക്രൈമിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ക്രൈമിൻ്റെ ഓഫീസ് വരെ അവർ വന്നു. ക്രൈമിൻ്റെ ഓഫീസിൽ അടിച്ചു തകർത്തു. ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്തു. അങ്ങനെ അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ മുഹമ്മദ് റിയാസ് ആയിരുന്നു. പക്ഷെ ഞാൻ അതിന് വിട്ടുവീഴ്ച ചെയ്തില്ല. കാരണം AK നായനാരുടെ ഭരണകാലമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തിരുവനന്തപുരത്ത് ലോകായുക്തയിൽ പോയി പരാതി കൊടുത്തു. ലോകായുക്ത അവിടുത്തെ DYSP പുലികേശിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി. അതിൽ മുഖ്യ പങ്കാളി ആരാണെന്നുള്ളത് കണ്ടെത്തി. അതായത് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലാണ് SFI വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ആക്രമിച്ചതെന്ന് റിപ്പോർട്ട് കൊടുത്ത് ഇതിനൊരു തുടർ അന്വേഷണത്തിന് വേണ്ടി കൊടുത്തു. ഈ സന്ദർഭത്തിലാണ് റിയാസിനെ കാണുന്നത്. ഒരു ക്രൈമിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ജോലി ചെയ്തിരുന്ന ഒരാളുടെ വീട്ടിൽ വെച്ച് ഞാൻ കാണുകയാണ്. അദ്ദേഹം തീരെ അസുഖമായി കിടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെയുള്ള അവരുടെ കിഡ്നി സംബന്ധമായ അസുഖമായിരുന്നു. അതിനൊരു ഫണ്ട് രൂപീകരിക്കുക എന്നുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ റിയാസും വന്നു. റിയാസ് എന്നോട് പറഞ്ഞു, അത് ഞാൻ പാർട്ടി പറഞ്ഞിട്ടാണ് ചെയ്തത്, ഞാൻ അറിയില്ലായിരുന്നു. കാരണം എന്താണ് സംഭവം എനിക്ക് അറിയില്ല, മുകളിൽ നിന്നുള്ള വിളിച്ചു പറഞ്ഞുകൊണ്ട് ചെയ്തത് പോയതാണ്, ക്ഷമിക്കണം, എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു റിയാസിനെ ആദ്യമായി കാണുകയാണ്. SFI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ചെയ്തു. എന്നാൽ ഇവർ കൃത്യമായി പറഞ്ഞാൽ ഈ SFIക്കാർ ഇവിടെ നിരപരാധികളായിരുന്നു. പി ശശിയാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് ഞാൻ മനസ്സിലാക്കുകയും പി ശശിക്കെതിരെ ഞാൻ വാർത്ത ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് തുടങ്ങുന്നത് റിയാസിൻ്റെ ഗുണ്ടാ പ്രവർത്തനം. ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചുകൊണ്ടാണ് ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നത്. പിന്നീട് നമുക്കറിയാം 2005-ലാണ് ഞാൻ നമ്മുടെ
ലാവ്ലിൻ കേസ് ക്രൈമിൽ പ്രസിദ്ധീകരിക്കുന്നത്. 2005 പ്രസിദ്ധീകരിച്ച ക്രൈമിൻ്റെ ലക്കത്തിൻ്റെ കവർ പേജിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ 280 കോടി രൂപ മോഷ്ടിച്ചു എന്ന് പറയുന്നൊരു വാർത്തയായിരുന്നു. ഇത് വന്ന ഉടനെ തന്നെ പിണറായി വിജയൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പാളയം ഏരിയ സെക്രട്ടറി ആയിട്ട് റിയാസ് വളർന്നിരുന്നു. പാളയം സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി ആയിരുന്നു. സ്റ്റേഡിയം ഏരിയ സെക്രട്ടറിയുടെ ആ ഏരിയയിലായിരുന്നു ഞങ്ങൾ ക്രൈമിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ പിണറായി വിജയൻ പറഞ്ഞു, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രേഖകളുണ്ട്, ഉടനെ പിടിച്ചെടുക്കണം, കോപ്പികൾ കംപ്ലീറ്റ് പിടിച്ചെടുക്കണം. കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും കോപ്പികൾ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് എവിടെയാണ് പ്രിന്റിങ് നടക്കുന്ന സ്ഥലം അവിടെ പോയി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ക്രൈമിൻ്റെ ഓഫീസ് ക്രൈം പ്രിന്റ് ചെയ്യുന്ന ഗീതാഞ്ജലി പ്രസ്സിൽ പോവുകയും അവിടെ നിന്ന് കംപ്ലീറ്റ് കോപ്പികൾ കൊണ്ടുപോയതായിട്ട് അവർ അറിയിക്കുകയും അവർ കൃത്യമായി ഓഫീസ് എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. 2 ഓഫീസ് ഉണ്ടായിരുന്നു. ഒന്ന് ബോർഡ് വെച്ച ഓഫീസും ഒന്ന് സ്വകാര്യമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസും. കാരണം ഇത്തരത്തിലുള്ള ആരും അറിയരുത്, വളരെ രഹസ്യമായി സൂക്ഷിക്കണം ഇത്തരം രേഖകൾ. കേരളത്തിലെ പ്രമുഖരായ ആളുകളെ കുറിച്ചുള്ള വാർത്തകളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം രേഖകളൊക്കെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ബോർഡൊന്നും വെക്കാതെ വളരെ രഹസ്യമായി അവിടെ ആയതെങ്കിലും അത് റിയാസിന് കണ്ടുപിടിക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ. അങ്ങനെ റിയാസ് 10-15 ഗുണ്ടകളോടൊപ്പം വന്ന് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചു. ഞാൻ ഉണ്ടായിരുന്നില്ല സ്ഥലത്ത്. അവിടെ 2 പേരെ മാനേജറായിരുന്ന സോമൻ്റെ അടുത്തുനിന്ന് താക്കോലുകൾ വാങ്ങി അവിടെ അളമാറ തുറന്ന് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ രേഖകളെല്ലാം കളക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള സിംഗപ്പൂരിലെ കമ്പനിയിലേക്ക് 75 കോടി രൂപ വന്നതിൻ്റെയും അതേപോലെ പിണറായി വിജയൻ്റെ അനധികൃത സമ്പാദ്യത്തിൻ്റെയും രേഖകളടക്കമാണ് അന്ന് മുഹമ്മദ് റിയാസ് കടത്തിക്കൊണ്ടുപോയത്. ഇതൊക്കെയൊക്കെ എനിക്ക് തന്നത് ഈ ബാലാനന്ദനായിരുന്നു. CITUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ഈ ബാലാനന്ദൻ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ എൻ്റെ ഓഫീസ് കത്തിക്കുക മാത്രമല്ല, അവിടെ ഓഫീസ് ജീവനക്കാരെ മർദ്ദിക്കുക മാത്രമല്ല, പിന്നീട് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈമിൻ്റെ കോപ്പികൾ 15 ലക്ഷത്തോളം സർക്കുലേഷൻ ഉണ്ട്. എല്ലാ കടകളിൽ നിന്നും പിടിച്ചെടുത്തു. ഒരു 5 പൈസ കൊടുക്കാതെയാണ് പിടിച്ചെടുത്തത്. അടുത്ത ലക്കവും 3-4 ലക്കങ്ങൾ ഇതേപോലെ പിടിച്ചെടുത്തു. അങ്ങനെ കോടികളാണ് എനിക്ക് നഷ്ടമുണ്ടായത്. അതോടൊപ്പം എനിക്കെതിരെ കൊല്ലാനുള്ള കൊട്ടേഷൻ പിണറായി വിജയൻ നൽകി. അങ്ങനെ അതിനൊക്കെ നേരിട്ടിട്ടാണ് ഞാൻ പിന്നീട് ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലാവ്ലിൻ കേസ്. എന്നെ VS അച്യുതാനന്ദനാണ് എന്നെ വിളിച്ച് ലാവ്ലിൻ കേസ് CBI അന്വേഷണം കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാൻ അത് പ്രകാരം CBI അന്വേഷണത്തിന് കൊടുത്തു. അതിന് മുമ്പ് എന്നെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിണറായി വിജയൻ്റെ ഗൂഢാലോചനയും പ്രേരണയുമുണ്ട്. അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഹർജി കൊടുത്തത്. അത് ഹർജി വന്നതോടുകൂടി എന്നെ കൊല്ലാനുള്ള പ്ലാനിൽ നിന്ന് പിണറായി വിജയൻ പിന്മാറി. പിന്നീട് മുഹമ്മദ് റിയാസിൻ്റെ വളർച്ച നമ്മൾ കാണുകയാണ്. ഈ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചു രേഖകളെല്ലാം കളക്ട് ചെയ്തതോടെ മുഹമ്മദ് റിയാസ് അത് വെച്ചിട്ട് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ പാളയം വാർഡിൽ മത്സരിക്കാൻ വരുന്നത്. പാളയം വാർഡിൽ മത്സരിച്ചപ്പോൾ അത് അന്ന് ക്രൈമിൻ്റെ ഓഫീസ് അടക്കം നിൽക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ ദയനീയമായിട്ട് അവിടുത്തെ CPM പ്രവർത്തകർ തോൽപ്പിച്ചു വിട്ടു. അതിനുശേഷം ലോക്സഭാ ഇലക്ഷൻ വന്നു. PA മുഹമ്മദ് റിയാസ് എന്ന പേരിൽ തന്നെ ഞാൻ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. എൻ്റെ റിപ്പോർട്ടറായ ആലുവയിലെ റിപ്പോർട്ടറായ PA മുഹമ്മദ് റിയാസ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി 1600 വോട്ട് പിടിച്ചു. റിയാസ് എന്ന് MK രാഘവനോട് തോറ്റത് 800 വോട്ടിനാണ്. അതോടൊപ്പം ക്രൈമിൻ്റെ ഒരു 25,000 കോപ്പികൾ ക്രൈം ഓഫീസ് ആക്രമിച്ചതിൻ്റെയൊക്കെ കൃത്യമായി പബ്ലിഷ് ചെയ്തുകൊണ്ട് 25,000 കോപ്പികൾ CPMൻ്റെ ഈ റിയാസിൻ്റെ എതിരാളികളായ ആളുകളെ കൊണ്ട് കോഴിക്കോട് കംപ്ലീറ്റ് വിതരണം ചെയ്യിച്ചു. അങ്ങനെ ആ ഇലക്ഷനിൽ തോറ്റത് വലിയ തിരിച്ചടിയായെങ്കിലും പിണറായി വിജയൻ കൂടെ ഈ രേഖകൾ കൈവശമുള്ള മുഹമ്മദ് റിയാസിനെ കൈവിട്ടില്ല. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാക്കി. പിന്നീട് അദ്ദേഹത്തെ എന്താക്കി, ബേപ്പൂരിൽ കോഴിക്കോട്ട് CPMൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കി. ഇത്തവണ 13 സീറ്റിൽ 12 സീറ്റും CPM തോറ്റപ്പോൾ ബേപ്പൂരിൽ മാത്രമാണ് CPM വിജയിച്ചത്. അത് മുഹമ്മദ് റിയാസ് മാത്രമാണ് വിജയിച്ചത്. അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ച ശേഷം മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, മന്ത്രിയാക്കി. ഇപ്പോഴിതാ മരുമോനായിട്ട് നടക്കുകയാണ്. പിണറായി വിജയൻ സമ്പാദിച്ച ഏകദേശം 1 ലക്ഷം കോടി രൂപ ഉണ്ടെന്നാണ് എൻ്റെ കണക്ക്. എൻ്റെ അടുത്ത് 10,000 കോടി രൂപയുടെ റെക്കോർഡ് വന്നായിരുന്നു. അത് പോലീസ് റെയ്ഡ് എടുത്തുകൊണ്ട് പോയതാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ വീടുകളെല്ലാം റെയ്ഡ് ചെയ്യുമ്പോൾ കോഴിക്കോട് മുഹമ്മദ് റിയാസിൻ്റെയും വീട് റെയ്ഡ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. എൻ്റെ റിയാസെ, എൻ്റെ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചത്, 25 ദിവസം ജയിലിൽ കിടന്നത് എന്തിനു വേണ്ടിയായിരുന്നു?
ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് റിയാസ് അത്തരം കാര്യങ്ങൾ ചെയ്തത്? ഇപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സംഘപരിവാർ എന്ന് പറഞ്ഞിട്ടാണ് സംഭവം പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയനെ ആരാണ് സംരക്ഷിച്ചത്? അദ്ദേഹത്തിൻ്റെ എല്ലാ കേസുകളും, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അതേപോലെയുള്ള ലാവ്ലിംഗ് കേസ്, അതേപോലെയുള്ള എത്ര കേസുകളുണ്ട്. ആ കേസുകളിലെല്ലാം സംരക്ഷിച്ചു നിർത്തിയത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ വന്നതോടുകൂടിയിട്ട്, കോൺഗ്രസ് മുക്ത ഭാരതം ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടുകൂടി അത് വേണ്ട, പിണറായി വിജയനെ കൊണ്ട് കേരളത്തിൽ യാതൊരു ഗുണവും കിട്ടാൻ പോണില്ല എന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ റെയ്ഡ് എൻഫോഴ്സ്മെന്റ് നടത്തിയിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നടത്തിയ എക്സാലോജിക് എന്ന പേരിൽ കമ്പനി നടത്തി ഈ CMRL കമ്പനിയിൽ നിന്ന് മേടിച്ച 1,81,00,000 രൂപ, 1,73,00,000 രൂപ വാങ്ങി എന്നുള്ളത് മാത്രമല്ല, 5,000 കോടി രൂപ പിണറായി വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നേരത്തെ ക്രൈം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായി ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഘപരിവാറിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മോനെ റിയാസെ. ഏതായാലും നമുക്ക് റിയാസിന്റെ സങ്കടം മനസ്സിലാവും. പക്ഷെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. 1000 സ്വർണ്ണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യമായി തന്നെ ഒരു ദിവസം പുറത്തു വരും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.